മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം. സ്പിരിറ്റ് ഓഫ് കേരള യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. ഇന്ന് എന്നോടൊപ്പമുള്ളത് കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ അതികായനായ ഒരു മഹൽ വ്യക്തിയാണ്. ഇദ്ദേഹത്തെ ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം പരസ്പരം എന്ന സീരിയലിലൂടെ ഇദ്ദേഹത്തെ കണ്ടിട്ടുള്ളവർ ഇദ്ദേഹത്തെ മറക്കില്ല. കാരണം ദീപ്തിയെ ഉപദ്രവിക്കാൻ ഗൂഢാലോചന നടത്തുന്ന 3 പേരിൽ ഒരു വ്യക്തി ഇദ്ദേഹമായിരുന്നു. ഇപ്പോഴെന്തെങ്കിലും നിങ്ങൾ ചെയ്യുന്നെങ്കിൽ ചെയ്തോളണം, എൻ്റെ അടുത്ത ആളുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. ഇദ്ദേഹത്തിൻ്റെ സീരിയൽ ജീവിതവും കലാ സാംസ്കാരിക ജീവിതവും കുടുംബജീവിതവും എങ്ങനെയാണെന്നറിയാൻ ഏവർക്കും താല്പര്യം കാണും. അദ്ദേഹത്തെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ജയ്സപ്പൻ മത്തായി സാർ, നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട്? നന്നായി പോകുന്നു. ആദ്യം നിങ്ങളുടെ ചാനലിന് എല്ലാ ആശംസകളും. ഈ വയനാട് ദുരന്തത്തിൽ വേദന അനുഭവിക്കുന്ന ജനങ്ങൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. നമ്മുടെ സംസ്കാരവും പാരമ്പര്യവും എല്ലാവരും ഒന്നായി എല്ലാ വേദനയിലും ഓടിയെത്തുക എന്നുള്ളതാണല്ലോ. താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഒരു കലാകാരനാകുമ്പോൾ, ഒരു പൊതുപ്രവർത്തകനാകുമ്പോൾ അത്തരം കാര്യങ്ങളിൽ വലിയ അനുകമ്പയും ദയാലുവുമായിരിക്കണം എന്നല്ലേ? തീർച്ചയായും. പിന്നെ താങ്കൾക്ക് സൂചിപ്പിച്ചതുപോലെ ഞാൻ വളരെ ചെറുപ്പം മുതൽ, സ്കൂൾ ജീവിത കാലഘട്ടം മുതൽ നാടകം തുടങ്ങിയ കലകളിലൊക്കെ വലിയ താല്പര്യമായിരുന്നു. ചെറിയ എഴുത്തുകളുമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ കാലം മുതൽ തോന്നിയ ആ താല്പര്യം നിലനിർത്തി പോന്നു. അതിപ്രശസ്തനൊന്നുമായില്ലെങ്കിലും അറിയപ്പെടുന്ന ഒരു കലാകാരനായി നിരവധി സിനിമകളിലും സീരിയലുകളിലും ഒക്കെ അഭിനയിക്കുവാൻ സാധിച്ചു. അത് എൻ്റെ ജീവിതത്തെ, പൊതുജീവിതത്തെയും ശക്തിപ്പെടുത്തുന്നതിന് കാരണമായിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഒരു രാഷ്ട്രീയക്കാരൻ കൂടിയാണ് ഞാനൊരു മുൻ ജനപ്രതിനിധിയായിരുന്നു. 2 മന്ത്രിസഭയിൽ 2 മന്ത്രിമാരോടൊപ്പം ഉമ്മൻചാണ്ടി സാറിൻ്റെ മിനിസ്ട്രിയിലും കഴിഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മിനിസ്ട്രിയിലും പേഴ്സണൽ സ്റ്റാഫിൽ PA ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പം ഞാൻ പറഞ്ഞു വെച്ചത്, ഇപ്പോൾ കേരള കോൺഗ്രസ് ബി ബഹുമാനായ ഗതാഗത ഉപമന്ത്രി ശ്രീ KB ഗണേഷ് കുമാർ നേതൃത്വം കൊടുക്കുന്ന കേരള കോൺഗ്രസ് ബിയുടെ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് കൂടിയാണ്. അപ്പോൾ നമ്മൾ ഈ കലാപരമായ പ്രവർത്തനമെന്ന് പറയുന്നത് നമ്മുടെ ജീവിത ഉപാധി കൂടിയാണ്, നമ്മുടെ ഒരു ജോലി കൂടിയാണ്. അപ്പോൾ നമ്മൾ ജീവിതത്തിൽ കലാപരമായ പ്രവർത്തനങ്ങളിൽ മുഴുകി നമുക്ക് കിട്ടുന്ന ശമ്പളം കൊണ്ട് പൊതുപ്രവർത്തനം നടത്തുമ്പോൾ നമ്മുടെ നാട്ടിലുള്ളവർ പറയും, ദാ പോകുന്ന കതറിട്ട ആളിനെ കണ്ടോ, അയാൾ ഇതൊക്കെയാണെങ്കിലും ജോലി ചെയ്ത് സ്വന്തമായി ഉപജീവന മാർഗം കണ്ടെത്തിക്കൊണ്ട് പൊതുപ്രവർത്തനം നടത്തുന്ന ഒരു രാഷ്ട്രീയക്കാരനാണ്. അത് കേൾക്കാൻ ഒരു വലിയ സുഖമുണ്ട്. അത് കാരണം ഇന്നത്തെ പുതിയ രാഷ്ട്രീയക്കാർക്കുള്ള ഒരു സന്ദേശം കൂടിയാണത്. നമ്മൾ എല്ലാ രാജ്യത്തും പോകും, ഏത് രാജ്യത്ത് പോയാലും തൊഴിലെടുക്കാതെ ഇവിടുത്തെ പോലെ രാഷ്ട്രീയം കച്ചവടവും ആക്കിയിട്ടും, അല്ലെങ്കിൽ രാഷ്ട്രീയം എന്ന് പറയുന്ന സേവനമാണ്. രാഷ്ട്രീയത്തിന് വേണ്ടി തൊഴിലെടുക്കാതെ എങ്ങനെ പ്രവർത്തിക്കുവാൻ കഴിയും? യുവാക്കളാണെങ്കിലും പ്രായമുള്ളവരാണെങ്കിലും എങ്ങനെ കഴിയും എന്നുകൂടി ചിന്തിക്കണം. നമ്മുടെ ബേസ് എന്ന് പറയുന്നത് കുടുംബമാണ്. സംതൃപ്തമായ ഒരു കുടുംബം, ഭക്ഷണം കഴിക്കുവാനും ഉറങ്ങുവാനും ഉള്ള പാർപ്പിടവുമില്ലാത്ത ഒരു സംതൃപ്തമായ കുടുംബമില്ലാത്ത ഒരു വ്യക്തിക്ക് പൊതുപ്രവർത്തകനാകാൻ കഴിയില്ലല്ലോ. അത്തരം ആളുകൾക്കൊരിക്കലും തൻ്റെ കുടുംബത്തിൻ്റെ അരക്ഷിതാവസ്ഥ വെച്ചുകൊണ്ട് നാടിനെ സേവിക്കാനും മറ്റുള്ളവരെ സേവിക്കുവാൻ കഴിയില്ല. അതുകൊണ്ട് ആദ്യം തൊഴിലെടുത്ത് വിശുദ്ധ ബൈബിൾ പറയുന്ന പോലെ നിൻ്റെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കുക എന്ന് പറയുന്നത് തൊഴിലെടുത്തുകൊണ്ട് രാഷ്ട്രീയക്കാരനും പൊതുപ്രവർത്തകനുമാകണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. അങ്ങ് ആദ്യം കൊടുത്തൊരു നല്ല സന്ദേശമാണ് നമ്മുടെ പ്രേക്ഷകർക്ക് കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഇത് ഒരു രാഷ്ട്രീയ നേതാവും ഇത്തരം ഒരു സന്ദേശം ഒരു ചാനലിലൂടെ കൊടുത്തിട്ടില്ല. സത്യസന്ധമായ കാര്യമാണ്. ഞങ്ങളും ഈ ചാനലിന് വേണ്ടി ഞങ്ങളും അത് അംഗീകരിക്കുന്നു. താങ്ക് യു. അപ്പോൾ അങ്ങ് ഈ നമ്മൾ തമ്മിൽ ആദ്യം കാണുന്നത് ഉദയ സ്റ്റുഡിയോയിൽ വെച്ചാണല്ലേ? അതെ, തീർച്ചയായും. അതെ, അതിൻ്റെ ആ ഒരു ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിചയപ്പെടുന്നു. പിന്നീട് ഒന്നിച്ച് നമ്മൾ ആത്മീയയാത്ര ചാനലിൽ വിവിധ കഥകളിൽ, വിവിധ വേഷങ്ങളിൽ ശത്രുക്കളായും ചേട്ടനായും അനുജനായും ആ ഒരു ആത്മബന്ധമാണ് ഇപ്പോഴും നമ്മൾ നിലനിർത്തിപ്പോകുന്നത്. അപ്പോൾ ഇതിനിടയിൽ അങ്ങ് രാഷ്ട്രീയത്തിൽ ഇറങ്ങി ജീവിതം തന്നെ രാഷ്ട്രീയത്തിന് വേണ്ടി മാറ്റിവെച്ചു. അങ്ങ് ചെയ്ത പല ഗുണങ്ങളും
നാടിന് മാതൃകയായിട്ടുണ്ട്, നാട്ടുകാർക്ക് മാതൃകയായിട്ടുണ്ട്. അത് പലരും പറയാറുണ്ട്. ഇടത്തുവക്കാരാണെന്ന് പറഞ്ഞാലും ഇന്നയാളെ അറിയുമോയെന്ന് ചോദിക്കുമ്പോൾ ഉടൻ പറയുന്നത് വളരെ ഡീസൻ്റാണ്, നല്ലൊരു പൊതുപ്രവർത്തകൻ, മറ്റുള്ളവരെ കണക്കല്ല, എന്തൊരു പ്രശ്നം ചെന്ന് പറഞ്ഞാലും ഈസിയായിട്ട് സാധിച്ചു തരും. അപ്പോൾ ഞങ്ങൾക്ക് അദ്ദേഹത്തെ കൊണ്ട് ഗുണമില്ലാതെ യാതൊരു ദോഷവുമില്ല എന്ന് വെച്ച് ഈ മറ്റുള്ളവരെ പോലെ അതിന് കൈക്കൂലി അഴിമതി എന്നുള്ള രീതിയിലോ അല്ല അവർക്ക് ഇന്നത് കൊടുക്കണം മറ്റവർക്ക് ഇന്നത് കൊടുക്കണം അതൊന്നും ഞങ്ങളെ കൊണ്ട് കൊടുപ്പിക്കുകയല്ല എന്നുവരെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എങ്കിലും ഒന്ന് ചോദിക്കട്ടെ, ഈ നിലവിൽ ഒരു രാഷ്ട്രീയം ഉണ്ടായിരുന്നു ഇതിനു മുമ്പ് അല്ലേ? ഉണ്ടായിരുന്നു. അതിനു മുൻപ് മറ്റൊരു രാഷ്ട്രീയം ഇല്ലായിരുന്നു? ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ ഇലക്ഷനിൽ താമര ചിഹ്നത്തിൽ മത്സരിച്ചില്ലേ? മത്സരിക്കാനിടയായി. അത് എന്തായിരുന്നു അതിൻ്റെ കാരണം? പറയാം, തീർച്ചയായും പറയാം. ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ തെറ്റ് ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയിലും ആണെങ്കിലും ശരി ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും അവിടെ തന്നെ ജീവിതകാലം മുഴുവൻ നിന്നുകൊള്ളണം എന്ന് ഒരു മാനിഫെസ്റ്റോയിലും പറഞ്ഞിട്ടില്ല. നമ്മൾ ഒരു വിശ്വാസം ഒരു രാഷ്ട്രീയ വിശ്വാസത്തിൽ ചെല്ലുന്നത് ജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കാൻ ഇവർക്ക് കഴിയുമെന്നുള്ള കാഴ്ചപ്പാടിലാണ്. പക്ഷെ അവിടെ എത്തി നമ്മുടെ അധ്വാനം, ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ നമ്മുടെ കയ്യിലെ പണം മുടക്കി അഴിമതിയോ ആരുടെ കൈക്കൂലിയും വാങ്ങാതെ പ്രവർത്തിക്കുന്ന നമുക്ക് ആ പാർട്ടി ജനസേവനം മെച്ചമായി കാണുന്നില്ല എങ്കിൽ അത് ഉപേക്ഷിക്കുക തന്നെ ചെയ്യണം. അല്ലാതെ അവിടെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് എന്തിനാണെന്ന് എൻ്റെ ചോദ്യം. അത്തരം സമീപനം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ നാട് നശിക്കുന്നത്. ഞാൻ ബേസിക്കലി കേരള കോൺഗ്രസ്സുകാരനാണ്. ഞാൻ കേരള വിദ്യാർത്ഥി കോൺഗ്രസ്സിലൂടെ വന്നതാണ്. രാഷ്ട്രീയം ഇന്നൊന്നും തുടങ്ങിയതൊന്നുമല്ല. എനിക്ക് ഒരു 12-13 വയസ്സുള്ളപ്പോൾ കാലം മുതൽ 12-13 വയസ്സുള്ളപ്പോഴാണ് ഞാൻ കേരള വിദ്യാർത്ഥി കോൺഗ്രസിൻ്റെ എടത്തുവ സെൻട്രൽ യൂണിവേഴ്സിറ്റി സ്കൂൾ യൂണിറ്റിൻ്റെ പ്രസിഡൻ്റായിട്ട് ചാർജ് എടുക്കുന്നത്. അത് എൻ്റെ ഫാദർ ഒരു കേരള കോൺഗ്രസ് അനുഭാവിയായിരുന്നു. എൻ്റെ കുടുംബത്തിൻ്റെ പശ്ചാത്തലവും അതായിരുന്നു. അപ്പോൾ ആയ വ്യക്തി എന്നുള്ളതിൽ കേരള വിദ്യാർത്ഥി കോൺഗ്രസ് ജില്ലാ ഭാരവാഹിയായി, സംസ്ഥാന ഭാരവാഹി, യൂത്ത് ഫ്രണ്ട് സംസ്ഥാന ഭാരവാഹിയായി, കേരള കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറിയായി വർഷങ്ങളോളം സേവനമനുഷ്ഠിച്ചു. അങ്ങനെ പോകുമ്പോൾ ഞങ്ങളുടെ കേരള കോൺഗ്രസിൽ തന്നെ ചില കാരണങ്ങളാൽ ചില ഗ്രൂപ്പുകളുണ്ടായി. ചില ആളുകളുടെ പോക്കറ്റിലെ പാർട്ടി എന്ന് കണ്ടപ്പോൾ അത് ചോദ്യം ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഞാൻ ആ പാർട്ടിയിൽ നിന്ന് വിട്ടുമാറിയപ്പോൾ കേരള കോൺഗ്രസ്സിന് കുറച്ചാൽ മാറി നിൽക്കേണ്ടി വന്നപ്പോൾ അന്ന് കുട്ടനാട്ടിൽ ഞാൻ അറിയപ്പെടുന്ന ഒരാളായതുകൊണ്ടാകാം, അല്ലെങ്കിൽ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തെക്കുറിച്ച് നന്നായി അറിയാവുന്നതുകൊണ്ടാകാം, അന്നത്തെ MLA ആയിരുന്ന തോമസ് ചാണ്ടി എന്നോട് ഒപ്പം നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഞാൻ അവിടെ നിന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു കട്ടൻ ചായ പോലും മേടിച്ചു കുടിച്ചിട്ടില്ല. 1 രൂപ പോലും കൈക്കൂലി അഴിമതിയും വാങ്ങിയിട്ടുമില്ല. പിന്നെ അദ്ദേഹത്തോടൊപ്പം നിന്നു. അതിനുശേഷം അവിടെയും ജനങ്ങളുടെ ക്ഷേമമല്ല എന്നുള്ളൊരു തോന്നൽ വന്നു. മാത്രമല്ല അതൊരു ചെറിയ പാർട്ടിയായിട്ട് കൂടി അവിടെ വലിയ കടിപിടിയും തമ്മിലടിയുമായിരുന്നു. അങ്ങനെ ഞാൻ കുറേ നാളായി ഒരു പാർട്ടിയിലും ഇല്ലാതെ കുറച്ച് നാൾ മാറി നിൽക്കുകയായിരുന്നു. അങ്ങനെ ഒറ്റയ്ക്ക് നിന്നുള്ള പൊതുപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ജില്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുന്നത്. ജില്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിൻ്റെ പൊതുവായ സമ്മതനായ ഒരു സ്ഥാനാർത്ഥിയായി നിൽക്കണം എന്നുള്ള ഒരു വീക്ഷണം ഉണ്ടായിരുന്നു. അതിന് ചില നേതാക്കന്മാർ എന്നോട് സംസാരിക്കുകയുണ്ടായി. കാരണം ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നിരന്തരമായി ജില്ലാ പഞ്ചായത്ത് തോൽക്കുന്നത്, ചമ്പക്കുളം ബ്ലോക്കിൽ സീറ്റ് തോൽക്കുന്നത് ഇടത്തുവായിൽ നിന്നുള്ള UDFൻ്റെ വോട്ടിൻ്റെ ഭൂരിപക്ഷം കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ UDFൻ്റെ വോട്ടുകൾ ജനങ്ങളെ സമീപിക്കുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് ഞാൻ 2 തവണ ഇടത്തുവ പഞ്ചായത്തിൽ നിന്ന് മത്സരിച്ചതും നിങ്ങൾ മനസ്സിലാക്കണം, ഒരു പാർട്ടിയുടെയും സ്ഥാനാർത്ഥിയായിട്ടല്ല. ഞാൻ 3 മുന്നണിയും തോൽപ്പിച്ച് സ്വതന്ത്രനായിട്ടാണ് 2 പ്രാവശ്യം 178 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലും രണ്ടാമത് 141 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചത്. 2ഉം സ്വതന്ത്രനായിട്ടാണ്. എന്നിട്ട് ഞാൻ അധികാരത്തിന് വേണ്ടി അന്ന് പഞ്ചായത്തിൽ അധികാരമുണ്ടായിരുന്ന LDFിലെ ശ്രീ VG കുട്ടപ്പൻ അവറുകൾ വലിയ നല്ലൊരു നേതാവായിരുന്നു. അദ്ദേഹം സഖാവ് VG കുട്ടപ്പൻ അവറുകൾ എന്നോട് ആവശ്യപ്പെട്ടു ഞങ്ങളോടൊപ്പം നിൽക്കാൻ. അവർക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. എന്നിട്ടും താങ്കളൊരു നല്ല ചെറുപ്പക്കാരനായ രാഷ്ട്രീയക്കാരനാണ്, താങ്കൾ നന്നായി ജനങ്ങൾക്കിടയിൽ പങ്കെടുക്കുന്നതുകൊണ്ടാണ് താങ്കൾക്ക് വിജയിക്കുവാൻ കഴിഞ്ഞത്, ഞങ്ങളുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാണ് താങ്കൾ തോൽപ്പിച്ചത് എന്ന് പറഞ്ഞു. കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച ആളിന് കെട്ടിവെച്ച കാശ് പോലും കിട്ടിയില്ല. ഞാൻ പക്ഷേ അപ്പോഴും അദ്ദേഹത്തോട് പറഞ്ഞത്, എന്നെ അങ്ങ് ആ നിലയിൽ കണ്ടതിൽ വളരെ സന്തോഷം, പക്ഷേ ഞാൻ ഇപ്പോൾ മറ്റൊരു പാർട്ടിയിൽ ചേരാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് അർഹത കിട്ടിയില്ലെങ്കിലും ഞാൻ കേരള കോൺഗ്രസ് ബിയിൽ പ്രവർത്തിക്കുമെന്നാണ് പറഞ്ഞത്. ഞാനന്ന് 95 പഞ്ചായത്ത് മത്സരിക്കുമ്പോൾ UDFൻ്റെ ഇടത്തുവ പഞ്ചായത്ത് ചെയർമാനാണ്. എൻ്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ എനിക്ക് 1ാം വാർഡ് സീറ്റ് നിശ്ചയിച്ചിട്ട് ആ സീറ്റ് തരാതാണ് അവസാന നിമിഷം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി അവിടെ കയറി മത്സരിച്ചത്. അങ്ങനെയാണെങ്കിൽ എല്ലാവരും എടുത്താൽ പോരെ.
എന്തിന് സീറ്റ് വിഭജനം നടത്തിയിട്ട് ഒരു മുന്നണിയാണെന്ന് പറഞ്ഞിട്ട് സീറ്റ് തരാതിരിക്കുന്നത്? അവിടെയാണ് ജനങ്ങളുടെ ബലം ആരോടൊപ്പമാണ്, ജനങ്ങളോടൊപ്പം നിൽക്കുന്നവരെയാണ് ജനങ്ങൾ സ്നേഹിക്കുന്നത് തെളിയിച്ചുകൊണ്ട് ഞാൻ വന്നത്. എന്നിട്ടും ഞാൻ അധികാരത്തിന് വേണ്ടി അപ്പുറത്തുനിന്ന് ക്ഷണമുണ്ടായിട്ട് പോയില്ലല്ലോ. അപ്പോൾ അധികാരമല്ല നമുക്ക് ലക്ഷ്യം. രണ്ടാമത് മത്സരിച്ചപ്പോഴും ഇതേ അവസ്ഥ തന്നെ ഉണ്ടായി. മുന്നണി സംവിധാനത്തിൽ അവസാന നിമിഷം കൈക്കൂലി കൊടുത്ത് സീറ്റ് മേടിച്ച് വേറെ ആളുകൾ. രണ്ടാമതും സ്വതന്ത്രനായിട്ട് എനിക്ക് മത്സരിച്ചു. അപ്പോഴും ഞാൻ എങ്ങും പോയില്ല, ഒരധികാരത്തിനും പോയില്ല, അവിടെ തന്നെ ഉറച്ചു നിന്നു. അതാണ് എൻ്റെ രാഷ്ട്രീയ പാരമ്പര്യം. പിന്നെ ഞാൻ ആദ്യം സൂചിപ്പിച്ചത് കൊള്ളാത്ത രാഷ്ട്രീയ പാർട്ടിയാണ്, മാറണം. ഞാൻ ആവശ്യപ്പെട്ടിട്ടല്ല, എന്നോട് ആവശ്യപ്പെട്ടുകൊണ്ട് എനിക്ക് പിന്തുണ തന്നുകൊണ്ടാണ് അങ്ങനെ NDAയുടെ ക്ഷണമുണ്ടായത്. ഞാൻ അവരോട് ആവശ്യപ്പെട്ടിട്ടില്ല. എന്നോടൊപ്പം ഞാൻ സ്വതന്ത്രനായി മത്സരിക്കാൻ നീങ്ങിയപ്പോൾ അതിനൊരു കാരണമുണ്ട്. അന്നത്തെ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി ഞാൻ ആദ്യമായി സ്വതന്ത്രനായിട്ട് മത്സരിച്ച് കേരള കോൺഗ്രസിൻ്റെ അക്കൗണ്ടിൽ വന്ന സീറ്റിലാണ് ഒരു പഞ്ചായത്ത് മെമ്പറായി വന്നതും മത്സരിപ്പിച്ചതും. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായ മോശമായ തിക്താനുഭവങ്ങൾ കൊണ്ടാണ് ഞാൻ പൊതുവായി സ്വതന്ത്രനായി മത്സരിക്കുവാൻ തീരുമാനിച്ചത്. പക്ഷേ എന്നോടൊപ്പം ഉണ്ടായിരുന്ന നൂറുകണക്കിന് ആളുകളുടെ മീറ്റിംഗാണ് സ്വതന്ത്രനായി നിൽക്കാൻ ഞാൻ തീർന്നപ്പോൾ ഇവിടെ ചേർന്നത്. അപ്പോൾ അവരിൽ ചില ആളുകൾ ചില ടോക്ക് നടത്തി, മുകളിൽ നടത്തിയ ടോക്കിൻ്റെ പരിണിതഫലമായാണ് അവസാന നിമിഷം എനിക്കിങ്ങനെ ഒരു തീരുമാനം എത്തേണ്ടി വന്നത്. ഞാൻ അന്നും പറഞ്ഞു, ഞാൻ ഒരു മെമ്പർഷിപ്പ് കൊടുത്തില്ല ഒരു പാർട്ടിയിലും. മത്സരിച്ചു, പക്ഷെ മത്സരിച്ചിട്ട് ദയനീയമായ സ്ഥിതി. എനിക്ക് വോട്ട് കിട്ടി, അപ്പുറത്ത് നിന്നും പിന്തുണ തരാമെന്ന് പറഞ്ഞവരിൽ നിന്നും കുതികാല് വെട്ടുന്ന സംവിധാനമാണ് ഉണ്ടായത്. അവർ ഒരിക്കലും യോജിക്കാൻ പറ്റാത്ത അന്നത്തെ LDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തു എന്നുള്ളതാണ് സത്യം. ഇതുവരെ പറഞ്ഞത് രാഷ്ട്രീയ കാര്യങ്ങളാണ്. നമ്മൾ പരിചയപ്പെട്ടത് കലാരംഗത്ത് വെച്ചാണ്. അതെ. അപ്പോൾ അന്ന് നമ്മൾ ആ പ്രോഗ്രാമിൽ എങ്ങനെ വന്നു? നമ്മുടെ ഈ നാട്ടുകാരൻ റോബിൻ സംവിധായകനായതുകൊണ്ടായിരുന്നു? തീർച്ചയായിട്ടും. അത് റോബിൻ അല്ലായിരുന്നു സംവിധായകൻ. അത് സംവിധാനം ചെയ്ത സനൽ കളത്തിൽ. അത് ഓട്ടോഗ്രാഫ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമായിരുന്നു, ഏഷ്യാനെറ്റിൽ വന്നുകൊണ്ടിരുന്ന. അതിനകത്ത് പ്രധാന ആർട്ടിസ്റ്റ് കൽപ്പനയായിരുന്നു. ഉദയ സ്റ്റുഡിയോയിൽ വെച്ച് നടക്കുന്ന ഷൂട്ടിൽ പശ്ചാത്തലമൊരുക്കുന്ന കഥാപാത്രങ്ങളായിട്ട് കുറേ പേരെ ആവശ്യമുണ്ട്. അങ്ങനെയാണ് ഞാൻ അവിടെ എത്തിച്ചേർന്നത്. അത് അസിസ്റ്റൻറ്റ് ഡയറക്ടറായ റോബിൻ, ഇടത്തോള സ്വദേശിയായ റോബിൻ നല്ല കഴിവുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിലൂടെയാണ് എത്തിച്ചേർന്ന്. അവിടെ വന്നപ്പോൾ സരസപ്പനെ കണ്ടുമുട്ടി. സരസപ്പനെ അതിന് മുമ്പേ എനിക്കറിയായിരുന്നു. സരസപ്പൻ്റെ ഓഫീസിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു അതിന് നേരത്തെ. അപ്പോൾ കണ്ടുമുട്ടി, ഞങ്ങൾ സംസാരിച്ചു, സ്നേഹിച്ചു. ആ സ്നേഹബന്ധം എനിക്ക് തോന്നുന്നത് 23 വർഷമെങ്കിലും ആയിട്ടുണ്ട് എന്നാണ്. അങ്ങനെ ആ കലാജീവിതം അന്നൊന്നുമല്ല തുടങ്ങിയത്. വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ 10ാം ക്ലാസ് മുതൽ സ്കൂൾ നാടകങ്ങളിലും സൺഡേ സ്കൂൾ നാടകങ്ങളിലും ഉണ്ടായിരുന്നു. ജ്യേഷ്ഠന്മാരെല്ലാം നല്ല കലാകാരന്മാരാണ്. അവരൊക്കെ നാടകം നന്നായി, ഈ നാട്ടിൻപുറത്തെ നാടകങ്ങളുടെ ആചാര്യന്മാരാണ്, സംവിധായകരും നല്ല മിടുക്കരായ ആർട്ടിസ്റ്റുകളുമാണ്. അങ്ങനെ അത് മുല്ലപ്പൂവും പിടിയേറ്റ് കിടക്കും കല്ലിനും ഉണ്ടാവും സൗരഭ്യം എന്നാണല്ലോ, അല്ലേ സാർ? അപ്പോൾ അങ്ങനെ ഞാനും അങ്ങനെ എത്തിപ്പെട്ടു. ഒരു കാലത്ത് ഏകാംഗ മത്സരങ്ങളുടെ ഒരു പുഷ്കല കാലമുണ്ടായിരുന്നു. അപ്പോൾ ആ കാലത്തെല്ലാം തെരുവിളക്കിൻ്റെ പോലും പ്രകാശത്തിൽ നാടകങ്ങൾ പഠിച്ച് ഒത്തിരി ദൂരെ കരുവാറ്റ, ആലപ്പുഴ, അമ്പലപ്പുഴ, പച്ച, കളങ്ങര, വെണ്ണിക്കുളം, കുന്നന്താനം തുടങ്ങി സ്ഥലങ്ങളിലെല്ലാം വെളിയനാട് സ്ഥിരം നാടക മത്സരങ്ങൾ നടക്കുന്നിടത്ത് ആളുകളായിരുന്നു ഞങ്ങൾ, ചെറുപ്പക്കാർ. ഞങ്ങൾ കുറേ അന്നത്തെ ചെറുപ്പക്കാരുണ്ടായിരുന്നു. 16-17 വയസ്സ് മുതൽ അത്യാവശ്യം വോളിബോൾ കളിക്കും, പിന്നെ കലാപരമായ കാര്യങ്ങളിൽ ഏർപ്പെടും. അങ്ങനെ ഞങ്ങൾ രാത്രിയിൽ നടന്നുമൊക്കെ പോകുന്നിടത്തല്ല ഒരു കാര്യം ഉറപ്പായിരുന്നു, സ്ഥിരം ബെസ്റ്റ് ആക്ടും മിക്കവാറും ഫസ്റ്റും ബെസ്റ്റ് ആക്ടറും കുറഞ്ഞതൊന്നും ഞങ്ങൾക്ക് ആ കാലഘട്ടത്തിൽ ഇല്ലായിരുന്നു. ബെസ്റ്റ് ആക്ടർ താങ്കൾ തന്നെ ആയിരുന്നു? തീർച്ചയായിട്ടും.
എല്ലാത്തിൻ്റെയും എല്ലാ നാടകങ്ങളുടെയും സബർമതി ദൂരെയാണ് ദൂരെ എന്നുള്ള അതിനകത്ത് ചാത്തപ്പുലേൻ്റെ വേഷം ഞാനായിരുന്നു ചെയ്തത്. അതുപോലെ തന്നെ മാഫലേഷു എന്ന് പറയുന്ന നാടകം, ഇതെല്ലാം ഈ മാഫലേഷു ബേബി അടുത്തുമാണ് എഴുതിയത്. അദ്ദേഹം ആ നാടകത്തിൽ ഒരു സന്യാസിയുടെ വേഷമായിരുന്നു, അത് ഞാനാണ് ചെയ്തത്. പിന്നെ വടംവലി എന്ന് പറയുന്ന ഒരു നാടകം ഉണ്ടായിരുന്നു, ആ നാടകത്തിൽ ഒരു ആദിവാസിയുടെ വേഷം, അത് ഞാനാണ് ചെയ്തത്. ഈ 3 നാടകങ്ങളായിരുന്നു. അന്ന് ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന മകുടി, നമ്മുടെ കലവൂർ അഭയനൊക്കെ ഉണ്ട്. അവരുടെയൊക്കെ നാടകങ്ങളെല്ലാം പരാജയപ്പെടുത്തി മിക്കവാറും നാടക കേന്ദ്രങ്ങളിലെല്ലാം ഫസ്റ്റും ബെസ്റ്റ് ആക്ടും വാങ്ങിയിരുന്ന ആളുകൾ ഞങ്ങളാണ്. കാരണം ഫസ്റ്റും ബെസ്റ്റ് ആക്ടും കിട്ടിയില്ല, തിരിച്ച് വീട്ടിൽ വരാൻ പറ്റത്തില്ല. നടന്നും കട്ടൻ ചായ പോലും കുടിക്കാൻ കാശില്ല. ഈ കാശ് കിട്ടിയിട്ട് വേണം എന്തെങ്കിലും നല്ല ഫുഡ് മേടിച്ച് കഴിച്ച് ട്രോഫി കൊണ്ട് മടങ്ങി വരാൻ. അങ്ങനെ ഇന്നിപ്പോൾ ചില ആളുകളെ കാണാൻ ചെല്ലുമ്പോൾ ഇങ്ങനെ മൊമെൻറ്റോകളൊക്കെ നിരന്നിരിക്കുന്നത്, അന്നൊക്കെ എടുത്താൽ പോകാത്ത ട്രോഫികൾ വീട്ടിൽ പറഞ്ഞിട്ട് ഇതെല്ലാം എടുത്ത് എവിടെയെങ്കിലും കൊണ്ടുപോകും എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അതുപോലെ ട്രോഫികൾ നമ്മൾ കൊണ്ടുവരും. 3, 5, 6 സ്ഥലത്തൊന്നും 2, 3 ട്രോഫികൾ വെച്ചാൽ അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. ആ ഒരു കാലം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കേരളോത്സവത്തിൻ്റെ എടത്വായിൽ നടന്ന നാടക മത്സരത്തിൽ, ആദ്യത്തെ നാടക മത്സരത്തിൽ ഫസ്റ്റ് സബർമതി ദൂരെയാണ് ദൂരെ, ഫസ്റ്റ് ബെസ്റ്റ് ആക്ടർ ഞാനായിരുന്നു കേരളോത്സവത്തിൽ. അങ്ങനെ തുടങ്ങി എല്ലാ മേഖലയിലും ഒരു കാലത്ത് ഏങ്കാട് മത്സരങ്ങളിലും അമച്ചർ നാടകങ്ങളിലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ കുടുംബ വീടുകളിലേക്ക് ഈ പരിപാടികൾ കടന്നു ചെല്ലുകയാണ് ഇപ്പോൾ. അപ്പോൾ ഇത് സംബന്ധമായി ഇപ്പോൾ ഇതിനിടയ്ക്ക് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ? ഉണ്ട്. അപ്പോൾ അത് സീരിയലിന് മുമ്പായിരുന്നോ അതിന് ശേഷമായിരുന്നു? ആദ്യം സിനിമയിലാണ്. ആണോ? ഏത് സിനിമയാണ്? സിനിമയിലെ ആലിപ്പഴങ്ങൾ എന്ന് പറയുന്ന ഒരു സിനിമയിലാണ് ആദ്യമായി അഭിനയിച്ചത്. അതെനിക്ക് തോന്നുന്നത് ഇപ്പോൾ 1987 87, 90, അതായത് 37 വർഷം മുമ്പ് തിരുവല്ലയിൽ ഒരു സീരിയൽ ഒരു സിനിമ ഷൂട്ട് നടക്കുന്നതെന്ന് അറിഞ്ഞ് തിരുവല്ലയിലെ 2 പ്രമുഖരായ പത്രക്കാരുടെ ശുപാർശയോടുകൂടി ഞാൻ സംവിധായകനെ കാണാൻ അവിടെ ചെന്നു. ഞാൻ തിരുവല്ലയിൽ ചെന്നപ്പോൾ ഷൂട്ടിംഗ് ലൊക്കേഷനാണ് ചെന്നപ്പോൾ ഭയങ്കര ക്രൗഡ്. അതിനിടയിലൂടെ ഞാൻ ചെന്ന് കണ്ട സംവിധായകൻ ബിച്ചു തിരുമലയാണ്. നമ്മളാരും കേട്ടിട്ട് പോലുമില്ല ബിച്ചു തിരുമല ഒരു സിനിമ സംവിധാനം ചെയ്ത ആട്ട. അതില്ല, ഗാനരചയിതാവ്. എത്രയോ വലിയ ഗാനങ്ങൾ അദ്ദേഹം എഴുതി. അദ്ദേഹം അവിടെ ചെന്ന് ഞാൻ കണ്ടു. അന്ന് ഞാൻ ഈ കതർ മുണ്ടും ഷർട്ടുമാണ് ഇടുന്നത്, പിന്നെ ശുഭ്രവസ്ത്രധാരിയാണ്. ഒരു തരത്തിൽ കയറി അവിടെ ചെന്നു. ഇന്ന ആളുകൾ പറഞ്ഞതാണെന്ന് പറഞ്ഞപ്പോൾ വരാൻ പറഞ്ഞു. ഷോട്ട് ബ്രേക്ക് ആകട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ബ്രേക്ക് ആയപ്പോൾ എന്നെ വിളിച്ചു, സംസാരിച്ചു, കാര്യങ്ങളൊക്കെ ചോദിച്ചു. നേരത്തെ വല്ലതും ഞാൻ നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ടെന്നും, ശരി നാളെ ഒരു 2 പാൻറ്റും 2 or 3 ഷർട്ടുമായിട്ട് ഷൂ വേണം, പിന്നെ തിരുവല്ല TV വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വെളുപ്പിനെ തിരുവല്ല TV ചെന്നു. TVയിൽ നിന്ന് എന്നെ കോസ്റ്റ്യൂം ഡയറക്ടർ ഡ്രസ്സ് കാണിച്ചു. അവിടുന്ന് ഞങ്ങളെ കയറ്റിക്കൊണ്ട് വണ്ടിയിൽ പോയി തിരുവല്ല SESൽ SES സെൻറ്റ് മേരീസ് ഓർക്കുന്നില്ല, അവിടെ ചെന്നു. ഒരു കോളേജ് സ്റ്റുഡൻറ്റിൻ്റെ വേഷം അഭിനയിച്ചു വിത്ത് ഡയലോഗ്. അന്ന് ചെറുപ്പക്കാരനല്ലേ, പയ്യനാ. പിന്നെ 10-25 വയസ്സ് കാണും. 25 ഇല്ല, 22 വയസ്സുള്ളൂ. അപ്പം ചെന്നു, അത് അഭിനയിച്ചു വിത്ത് ഡയലോഗോടുകൂടി അഭിനയിച്ചു. അത് കഴിഞ്ഞ് വേറൊരു ദിവസം ഷൂട്ടുണ്ടായിരുന്നു, ആ ഷൂട്ടും അഭിനയിച്ചു. ശങ്കറായിരുന്നു അതിനകത്ത് നായകൻ. അപ്പം വില്ലനോട് ഡയലോഗ് പറയുന്നു, വില്ലനെ ഒരു നായികയോടൊപ്പം മര്യാദയെ പെരുമാറും, വില്ലനോട് കയറി സംസാരിക്കുന്ന ഒരു സ്റ്റുഡൻ്റായിട്ട് ചെയ്തു. അങ്ങനെ ശ്രദ്ധിക്കപ്പെടുന്ന വേഷമായിരുന്നു. അത്ര ശ്രദ്ധിക്കപ്പെടുന്നില്ലെങ്കിലും സിനിമയിൽ അഭിനയിച്ചു. 2-3 ഡയലോഗൊക്കെ കൂടി ആദ്യം ഒരു സിനിമയിൽ അഭിനയിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്, വലിയ നേട്ടമാണ്. ഞാൻ ആ സിനിമ ചങ്ങനാശ്ശേരി പിന്നെ അപ്സര തിയേറ്ററിൽ പോയി 4-5 പ്രാവശ്യം കാണുകയും ചെയ്തു. അതുകൊണ്ട് കാണുകയും ചെയ്ത. പക്ഷെ അന്ന് ഞാൻ ഈ ഷൂട്ടിന് മുമ്പായി ബഹുമാനായ സംവിധായകൻ ബിച്ചു തിരുമല സാറിൻ്റെ പാദങ്ങൾ തൊട്ട് വന്നിച്ചു. അദ്ദേഹം എന്നെ ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ചു. ഇതാണ് ഞാൻ പിന്നെ ക്യാമറയ്ക്ക് മുമ്പ് പോയത്. പക്ഷെ അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഷൂട്ട് ഒരു 8-9 ദിവസം കഴിഞ്ഞായിരുന്നു എനിക്ക് സെക്കൻഡ് ഷൂട്ടുള്ളത്.
ഞാൻ 2 ദിവസം ആദ്യത്തെ 2 ദിവസം കഴിഞ്ഞ് സെക്കൻഡ് ഷൂട്ടിന് ഞാൻ 8-9 ദിവസം കഴിഞ്ഞ് ചെന്നപ്പോൾ ബിച്ചു തിരുമല സാർ അല്ലായിരുന്നു ഡയറക്ടർ, മറ്റൊരാളായിരുന്നു, ആരാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, അദ്ദേഹമായിരുന്നു. അപ്പോൾ എന്തോ ആശയപക്ഷ കൊണ്ട് അദ്ദേഹം അങ്ങ് മാറി. പക്ഷേ നമ്മളെല്ലാം സ്നേഹിക്കുന്ന ഇത്രയും മഹാനായ ബിച്ചു തിരുമല സാറിൻ്റെ പാദങ്ങൾ തൊട്ട് വന്നിച്ച് ക്യാമറയുടെ മുമ്പിലെത്താൻ കഴിഞ്ഞ ഒരു നല്ല കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ നല്ല കാര്യമാണ്. അതെ. പിന്നെ ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അന്ന് സിനിമ എന്നൊക്കെ നമുക്ക് കയ്യെത്താത്ത ദൂരമാണ് അന്ന്. അപ്പോൾ ഈ ആദ്യ സിനിമയിൽ അഭിനയിച്ചുവെങ്കിലും നമുക്ക് പിന്നെ സിനിമയിൽ അഭിനയിക്കാനേ അടുത്തെങ്കിലും കഴിഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ അഭിനയിക്കുന്ന സരസപ്പം പറഞ്ഞതുപോലെ ഇന്നത്തെ പ്രശസ്ത സംവിധായകനായ ജോണി ആൻ്റണി, അതായത് എൻ്റെ നാട്ടിൽ ഈ വർണ്ണപ്പകിട്ടൊക്കെ എടുത്ത ജോക്കുട്ടൻ്റെ അനന്തരവൻ ഒരു അനിൽ ഉണ്ട്, അനിൽ ചേന്നകര, അദ്ദേഹത്തിൻ്റെ സുഹൃത്താണ് ജോണി ആൻ്റണി. അങ്ങനെ ജോണി ആൻ്റണി വിളിച്ചിട്ട് സംഭവാമി യുഗ എന്നും പറഞ്ഞ് എനിക്ക് 1996 അല്ല 1996 പിന്നെ 25 വർഷങ്ങൾക്ക് മുമ്പാണ് സംഭവാമി യുഗ എന്ന് പറയുന്ന സീരിയലിനകത്താണ് ആദ്യമായി അഭിനയിക്കുന്നത്. അതിലെന്ത് വേഷമായിരുന്നു? അതിനകത്ത് പിന്നെ ഒരു സാധാരണ നാട്ടുപുറത്തുകാരനായ ഒരാളായിട്ടാണ്. പിന്നെ കൊള്ളാമായിരുന്നു. അതായത് നാട്ടുപുറത്തുകാരനായ ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ കൊച്ചുപ്രേമൻ എന്ന് പറയുന്ന ഒരു പലിശക്കാരനുണ്ടായിരുന്നു. ആ പലിശക്കാരൻ്റെ അസിസ്റ്റൻ്റായിട്ടാണ് ഞാൻ അഭിനയിച്ചത്. പിന്നെ അതിനുശേഷം ഈ പരസ്പരത്തിൽ എങ്ങനെ അവസരം കിട്ടി? അല്ല, പരസ്പരത്തിന് അവസരം കിട്ടിയത് പറയാം. അതിനേക്കാൾ മുമ്പേ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സംഭവമുണ്ട്. ഞാൻ ഈ എങ്ങനെയും സിനിമയിൽ അഭിനയിക്കണമെന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് നിൽക്കുകയായിരുന്നു. അന്ന് വീട്ടിൽ അച്ഛനൊരു കടയും പിന്നെ വീട്ടിൽ അത്യാവശ്യം സൗകര്യമൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് 300 രൂപ വാടകയൊക്കെ കിട്ടാൻ പട്ടിണിയൊന്നുമില്ലായിരുന്നു. വല്ലപ്പോഴും കാശൊക്കെ ചോദിച്ചാൽ തരികയും ചെയ്യുമായിരുന്നു. ഞാനിങ്ങനെ എൻ്റെ അന്നത്തെ ഒരു സങ്കല്പം എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും പ്രേം നസീർ സാറിനെ ഒന്ന് കണ്ടാൽ, ചാൻസ് ചോദിച്ചാൽ ഉറപ്പായിട്ട് സിനിമയിലെത്താം. അത്യാവശ്യം എനിക്കും വലിയ കുഴപ്പമില്ലാത്ത ഒരു ചെറിയ എളുപ്പമൊക്കെ ഉണ്ടല്ലോ. അപ്പം ഞാൻ ഇങ്ങനെ എങ്ങനെയും തിരുവനന്തപുരത്തൊക്കെയാണ് കൂടുതൽ, എങ്ങനെയും ഷൂട്ടിങ് നടക്കുന്നവിടെ കണ്ടുപിടിച്ച് അവിടെ ചെല്ലണമെന്ന് ഞാൻ തീരുമാനിച്ചു. ഞാനങ്ങനെ 79 1979 എന്ന് പറയുന്ന ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പാണ്. എനിക്ക് 10-17 വയസ്സേ ഉള്ളൂ. 79 ഞാനിങ്ങനെ ഒരാവശ്യത്തിന് തിരുവനന്തപുരത്ത് കൂടി ഇങ്ങനെ നടന്നു വരുമ്പോൾ പട്ടം ജംഗ്ഷനിൽ വരുമ്പം ട്രാഫിക് പോലീസുകാരന്ന് സ്റ്റോപ്പ് കാണിക്കുന്ന ഇതുപോലെ ലൈറ്റൊന്നും വരും, സ്റ്റോപ്പ് കാണിച്ച് ഞാൻ നടന്നു വരുന്നതിൻ്റെ എൻ്റെ അരിക്ക് നോക്കിയപ്പം പ്രേം നസീർ സാറ് ഇങ്ങനെ ഫിയറ്റ് കാറിൻ്റെ മുന്നിൽ കൈയും വെച്ചിരിക്കുന്നു. AC ഒന്നുമില്ല കാറിന്. ഞാനിത് കാണുകയും ഓട്ടമാണ് ഓടി അദ്ദേഹത്തിൻ്റെ അരികെ അദ്ദേഹത്തിന് പ്രേം നസീർ സാർ, ഞാനിങ്ങനെ എൻ്റെ പേര് ജയ്സപ്പൻ എന്നാണ്, ഞാനൊരു നല്ല കലാകാരന്, എനിക്ക് ഏത് വേഷവും അഭിനയിക്കും, ഞാൻ സാറിനെ കാണാനായിട്ട് എനിക്കൊരു ചാൻസ് തരണമെന്ന് പറഞ്ഞു. അവൾ പറഞ്ഞു ഇത് റോഡിൽ വെച്ച. ഞാൻ പറഞ്ഞു ഞാൻ വേറെ കാണാൻ മാർഗമില്ല, നിങ്ങൾ പിന്നെ നമ്മുടെ ചിത്രാഞ്ജലി അല്ല നമ്മുടെ മെരിലാൻഡിലേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ശരി സാറെന്നും പറഞ്ഞ് അപ്പം കാറങ്ങ് വിട്ടു. പെട്ടെന്ന് ഓണടിച്ചു. പിന്നെ കാറ് വിട്ടുപോയി. എല്ലാം ഈ ഒരു മിനിറ്റിനുള്ളിൽ എല്ലാം ഞാൻ പറഞ്ഞു. അദ്ദേഹവും എന്നെ വളരെ കൗതുകത്തോട് നോക്കി അദ്ദേഹവും പറഞ്ഞു. അപ്പോൾ അവിടുന്ന് എനിക്ക് പിന്നെ എൻ്റേതായ ഒരു അല്പബുദ്ധി ഉണ്ടായി. കാരണം എൻ്റെ കയ്യിൽ അങ്ങനെ പൈസയൊന്നുമില്ല. ഞാൻ പെട്ടെന്ന് തൊട്ടടുത്ത ഒരു കടയിൽ കയറി ഒരു സിഗരറ്റ് കൂടി മേടിച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ഷോ കാർഡ് പോലെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ മേളിൽ ഇങ്ങനെ എൻ്റെ അഡ്രസ്സെല്ലാം എഴുതി തൊട്ടടുത്ത ഉള്ള ഒരു PP നമ്പരും വീട്ടുകാരൻ്റെ നമ്പരും ഒക്കെ എഴുതിയിട്ട് ഞാൻ അപ്പോൾ ആലോചിച്ചു എൻ്റെ കയ്യിൽ പൈസയ്ക്ക് കുറവാണ്. അപ്പോൾ അവിടുന്ന് പിന്നെ അടുത്ത് ഉള്ളൂർ വരെ പോകണ്ട, അതിനിപ്പുറത്ത് ഒരാളൊരു ഇലക്ട്രിക് കട നടത്തുന്നുണ്ട്, എൻ്റെ ഒരു കൂട്ടുകാരൻ. ഞാൻ ആ ഓർമ്മ വെച്ച് നടന്ന് അവിടെ ചെന്നപ്പം പുള്ളിയുണ്ട്. ഞാൻ പറഞ്ഞു എനിക്കൊരു 100 രൂപ വേണം. അത് എന്നെ വിഷയം. ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ നസീർ സാറിനെ കാണാനാണ്, ചിലപ്പോൾ ഇതോടുകൂടി എൻ്റെ
ഭാവി ഭദ്രമാവും, ഇല്ലെങ്കിലും എനിക്ക് പിന്നെ അതിനൊരു അവസരം കിട്ടിയേക്കാമെന്ന് പറഞ്ഞു. പുള്ളി 100 രൂപ തരികയും ചെയ്തു. അന്ന് 100 രൂപ വലുതാണ്. 1000 രൂപ വില ഇന്നത്തെ. 1000 ഒന്നും അല്ല. ഞാൻ നടന്ന ആ കാശ് കൊണ്ട് പട്ടത്ത് വന്നിട്ട് ഞാൻ അങ്ങനെയാണ് എൻ്റെ സങ്കല്പം ഞാൻ കണ്ടിട്ടുള്ളത്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഇന്ന് തോന്നും, കേൾക്കുമ്പോൾ ചിരി തോന്നുമായിരിക്കും. ഞാൻ ഒരു അംബാസഡർകാരൻ ടാക്സിക്കാരനോട് പറഞ്ഞു, എന്നെ മെഡ്ലാൻഡ് സ്റ്റുഡിയോയിൽ ഒന്ന് കൊണ്ടുപോകണം, എത്ര കാശാകും? അത് 10-20 രൂപ, വളരെ കുറഞ്ഞ പൈസയേ ആയുള്ളൂ. പുള്ളി പറഞ്ഞു, എന്നെ നല്ലൊരു ചെറുപ്പക്കാരനായിരുന്നു. അയാൾ പറഞ്ഞു, ധൈര്യമായിട്ട് കയറിക്കും, ഞാൻ കിടന്നോളാം, വെയിറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞ് ഞാൻ ആ കാറിൽ കയറി നേരെ സ്റ്റുഡിയോയിൽ ചെന്നു. സ്റ്റുഡിയോയിൽ ചെന്നപ്പോൾ കഥ പറഞ്ഞ് കാറിൽ ചെന്നതുകൊണ്ട് അത് നന്നായി. ഗേറ്റ് തുറന്നു നിന്ന് മാത്രമല്ല, ഗേറ്റും തുറന്നു നിന്ന് മാത്രമല്ല, സമയത്ത് എല്ലാവരും പറ്റി. അല്ലെ ബസ്സിലൊക്കെയാണ് കയറി ഇറങ്ങി 2 ദിവസം എടുക്കും അവിടെ ചെല്ലുമ്പോൾ. ഗേറ്റ് തുറന്നു നിന്ന് അവിടെ ചെന്നപ്പോൾ നസീർ സാറ് ഷൂട്ടിലാണ്, ഒരു നടുത്തളത്തിൽ ഷൂട്ട് നടത്തിക്കൊണ്ടിരിക്കുക. ഞാൻ മാറി നിന്നു. അപ്പം ഞാൻ ആരോടോ പറഞ്ഞ്, ഞാൻ നസീർ സാറിനെ കണ്ടിരുന്നു, എന്നോട് വരാൻ പറഞ്ഞത്. അയാൾ അത്ര വിശ്വാസം പോരായിരുന്നു. പുള്ളി ആ ഷൂട്ട് കഴിയും പറയുമെന്നാണ് വിചാരിച്ച്. പക്ഷേ അങ്ങോട്ട് എനിക്ക് അടുക്കാൻ പറ്റുന്നില്ല. പിന്നെ ജനമല്ല, അവിടുത്തെ ആളുകളും കൊണ്ട് അവരങ്ങോട്ട് കടത്തി വിടുന്നില്ല, സെറ്റിലുള്ളവർ. അപ്പം ഞാൻ വീണ്ടും അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ ഇദ്ദേഹം ചെന്ന് നസീർ സാറിനോട് പറഞ്ഞ ഉടനെ തന്നെ, പറഞ്ഞ സെക്കൻഡ് തന്നെ ഓടി വന്നിട്ട് എന്നോട് വരാൻ പറഞ്ഞു. ഞാൻ അവിടെ ചെന്നു. പിന്നെ നസീർ സാർ ഒരു കസേരയിലിരിക്കുക. ഞാൻ അവിടെയാണ് അദ്ദേഹത്തെ പോലെയുള്ള മഹാന്മാരെ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹം നോക്കിയിട്ട് പറഞ്ഞു, ഇദ്ദേഹത്തിനൊരു കസേര കൊടുക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാറേ ഞാൻ നിന്നോളാം. അല്ലല്ല, കൊടുക്കുമെന്ന് പറഞ്ഞു. ഒരു കസേര കൊണ്ടിട്ട് തന്നു എനിക്ക്. അതാണ് ആ മനുഷ്യൻ്റെ മഹത്വം. നിങ്ങൾ വിശ്വസിക്കത്തില്ല. എൻ്റെ ജീവിതത്തിൽ ഒരു സിനിമയിൽ അഭിനയിച്ചില്ലേ പോലും എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അവാർഡാണ്. എന്നെ അവിടെ ഇരുത്തിയിട്ട് ഞാൻ വന്നത് എങ്ങനെ വന്നു എന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞു, ഇങ്ങനെ വന്നതാണ്, ഞാൻ ഒത്തിരി നാളായിട്ട് ശ്രമിച്ചു. അപ്പം ഞാൻ ആ സിഗരറ്റ് കൂടയിൽ എഴുതിയ ഇത് കാണിച്ചപ്പോൾ വായിച്ച് നോക്കിയിട്ട് അദ്ദേഹം ഒന്ന് ചിരിച്ചിട്ട് ചോദിച്ചു, ഇതിനകത്ത് വല്ലോ ഇയാളെ പോലുള്ളവർക്ക് പറ്റിയതുണ്ടോ എന്ന്. ഇവർ പിന്നെ എന്തൊക്കെയോ പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, എന്തെങ്കിലും ഒന്ന് നോട്ട് ചെയ്തോളൂ, ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. അവസരം കൊടുക്കണം, ഇവരെ പോലുള്ളവർക്ക് അവസരം കൊടുക്കണം എന്ന് പറഞ്ഞു. എന്നോട് അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഷൂട്ട് റെഡിയായി അദ്ദേഹം പോയി. വല്ലതും കഴിച്ചിട്ട് പോകാവുള്ളൂ എന്ന് പറഞ്ഞു. ഷൂട്ട് റെഡിയായി പോയി. അപ്പോൾ ഈ ആളെന്നോട് പറഞ്ഞു, ഈ അഡ്രസ്സ് ഉണ്ടല്ലോ, ഞങ്ങൾ പിന്നെ നിങ്ങളെ വിളിച്ചോളാം, അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യമുണ്ട് ടെലഗ്രാം ചെയ്തോളാം, നിങ്ങൾ പൊക്കോ. അപ്പോഴും ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ നന്നായി അഭിനയിക്കുമെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് പോന്നു. ടെലഗ്രാം ഒന്നും വന്നില്ല. ഒരുപക്ഷെ എൻ്റെ ആ ഇളം ബുദ്ധി കൊണ്ടാകാം, ഞാനൊക്കെ കുറച്ച് ദിവസങ്ങളെ തുടർച്ചയായി പോസ്റ്റ് ഓഫീസിൽ പോയി ടെലഗ്രാം ഉണ്ടോയെന്ന് അന്വേഷിക്കുകയും ചെയ്തു. പിന്നെ ഒന്നും വന്നില്ല. പക്ഷേ എങ്കിലും അദ്ദേഹത്തെ കണ്ട് ചാൻസ് ചോദിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. നേരിട്ട് അന്നത്തെ ഒരു മഹാനടനെ നേരിട്ട് കാണുവാനും ചാൻസ് ചോദിക്കുവാനും പരസ്പരം അടുത്തിരിക്കുവാനും ഇടപഴകുവാനും ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ഞെട്ടുകയല്ല, അദ്ദേഹം എന്നെ ഈ കസേരയിലിരുത്തി. അദ്ദേഹത്തിൻ്റെ ആ വിശാലമായ മനസ്സാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു കാര്യം ചോദിക്കുന്നു, അദ്ദേഹം കാണിച്ച ആ മഹാമനസ്കത ഇന്നത്തെ സൂപ്പർ സ്റ്റാറുകൾ കാണിക്കും എന്നൊരു വിശ്വാസമുണ്ടോ? ഇന്നത്തെ സൂപ്പർ സ്റ്റാറുകളെ പിന്നെ കാണിക്കുന്നുണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. പിന്നെ ഞാൻ മോഹൻലാലിനോടൊപ്പം 2 സിനിമയിൽ വിത്ത് ഡേയിൽ ഒരുമിച്ച് നിന്ന് അഭിനയിച്ചിട്ടുണ്ട്. ഭ്രമരം പ്രണയം, പ്രശസ്തനായ ഡയറക്ടർ ശ്രീ ബ്ലെസ്സി ആണ് എന്നെ വിളിച്ച് അഭിനയിപ്പിച്ചിട്ടുണ്ട്. മമ്മൂക്കയുടെ ഒപ്പം അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ അഭിനയിച്ച സീൻ 1 എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ആ സീൻ വന്നില്ല. പിന്നെ അതുപോലെ തന്നെ പൃഥ്വിരാജിൻ്റെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, ജയറാമിൻ്റെ പടത്തിന് അഭിനയിച്ചിട്ടുണ്ട്, കുഞ്ചാക്കോ ബോബൻ്റെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒട്ടുമിക്ക നടന്മാരുടെയും പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. പല നടന്മാരോടും പ്രധാന നടന്മാരോടും ഒപ്പം അഭിനയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ 36 സിനിമയിൽ ഇപ്പോൾ അഭിനയിച്ചിട്ടുണ്ട്. എല്ലാം കൂടി 36 സിനിമ എന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമല്ല, വലിയ കാര്യം അല്ല എന്നാണ് എൻ്റെ വിശ്വാസം. വിത്ത് ഡേയിലും നന്നായി 14-15 സീനിൽ അഭിനയിച്ച പിന്നെ നാളേക്കായി എന്ന് പറയുന്ന യൂട്യൂബിൽ നോക്കിയാൽ കാണാം. നാളേക്കായി, ഓർമ്മ, പിന്നെ അതുപോലെയുള്ള നിരവധി സിനിമകളിൽ പ്രധാന വേഷങ്ങൾ ചെയ്ത് ഈ ലാസ്റ്റ് ഞാൻ ചെയ്തത് 19-ാം നൂറ്റാണ്ട് വിനയൻ സാറിൻ്റെ 19-ാം നൂറ്റാണ്ട് പടത്തിലാണ്.
അതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ പിന്നെ പ്രേതപടം അല്ലല്ല പിന്നെ ആകാശഗംഗ 2 അഭിനയിച്ചു. പിന്നീട് ഇപ്പം ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, ആബേൽ എന്ന് പറയുന്ന ഒരു സിനിമ, നമ്മുടെ സൗബിൻ താഹിറിൻ്റെ പടത്തിനകത്ത് ഒരു 4-5 സീനുള്ള ഒരു സീൻ അഭിനയിച്ചിട്ടുണ്ട്, 4-5 സീനിൽ അഭിനയിച്ചിട്ടുണ്ട്. എന്നോടൊപ്പം അഭിനയിച്ച ഒരാളൻ പോങ്ങൻ എന്നും പറഞ്ഞൊരു നടൻ, ഒരു ചെറിയ ഹാസ്യം പോലെ മുഖമുള്ള നടൻ, അദ്ദേഹം മരിച്ചുപോയി ഈയിടെ. ആ നടനും ഉണ്ടായിരുന്നു, അഭിനയിച്ചിട്ടുണ്ട്. ആ പടം ഇറങ്ങിയിട്ടില്ല. വിനയൻ സാറിനെ കുറിച്ച് പറഞ്ഞല്ലോ, അദ്ദേഹത്തെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത സംഭവങ്ങളാണുള്ളത്. കാരണം സാധാരണക്കാരായ ആർട്ടിസ്റ്റുകളെ സിനിമാ രംഗത്ത് കൊണ്ടുവന്ന ഒരു മുഖ്യ പങ്ക് അദ്ദേഹത്തിനുണ്ട്. അത് നമുക്ക് പറയാതെ തന്നെ അറിയാം. ജയസൂര്യ, പിന്നെ അതുപോലുള്ള കലാഭവമണി നായകനായിട്ട് അങ്ങനെ ഒട്ടനവധി ആൾക്കാർക്ക് രണ്ടും കൽപ്പിച്ച് ധൈര്യപൂർവ്വം വേഷം കൊടുത്ത് ഈ രംഗത്ത് പ്രഗത്ഭരും പ്രശസ്തരുമാക്കിയിട്ടുള്ള വ്യക്തിയാണ് സംവിധായകനായ വിനയൻ സാർ. അദ്ദേഹത്തിൻ്റെ ഇപ്പം ഈ നേരത്തെ പറഞ്ഞ 19-ാം നൂറ്റാണ്ടിൽ എനിക്കൊരു വേഷം ഫിക്സ് ചെയ്തതാണ്. ഞാൻ 19-ാം തീയതി ചെല്ലാൻ പറഞ്ഞു. അന്ന് ഈ കൊറോണയുടെ കാലമാണ്. അപ്പോൾ ഈ കൊറോണയുടെ കാലത്ത് കൊറോണ ടെസ്റ്റ് ചെയ്തിട്ട് ചെല്ലണം, പാലക്കാട് ഷൂട്ട്. അപ്പോൾ അവിടെ ചെന്ന് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചിന്തിച്ചത്, അവിടെ ചെന്ന് ചെയ്ത് അത് പോസിറ്റീവ് ആണെങ്കിൽ വീണ്ടും മടങ്ങി ഇങ്ങോട്ട് വരണ്ടേ. അതിന് ഞാനിവിടെ കുഞ്ച സ്മാരകത്തിൽ ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു, അവിടെ വെച്ച് ശ്രവം കൊടുത്തു. പിറ്റേ ദിവസം അത് 19-ാം തീയതി പോകാനായിട്ട് ഷർട്ടും പാൻറ്റും എല്ലാം തേച്ച് പെട്ടി വെച്ചു. ഞങ്ങളൊരു അയൽക്കൂട്ടത്തിൻ്റെ ഫംഗ്ഷൻ പുറക്കാട് നടക്കുകയാണ്. നാളെ വെളുപ്പിനെ പോകുമെന്ന് എല്ലാവരോടും പറഞ്ഞിരിക്കുക. അപ്പോൾ ആരോഗ്യവകുപ്പിൻ്റെ എന്താണ് ഹെൽത്ത് ഇൻസ്പെക്ടർ വിളി വരുന്നു. ആ റിസൾട്ട് വന്ന് കേട്ടോ. ഞാനൊട്ടനെ ചോദിച്ച് മൈനസ് ആയിരിക്കും അല്ലേ? അല്ലല്ല, പോസിറ്റീവാണ്. ഇത് കേട്ടപ്പോൾ ചങ്ക് തകർന്നു പോയി. പക്ഷെ അദ്ദേഹം അതിനകത്ത് എനിക്ക് നല്ല വേഷം വെച്ചിരുന്നു, പോകാൻ പറ്റിയില്ല. സാറ് കാണുന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ഒരു കാരണം കൊണ്ടാണ് വരാൻ പറ്റാതിരുന്നത്. അപ്പോൾ ഇനി അദ്ദേഹം ഒരുപാട് പേർക്ക് അവസരം കൊടുത്ത് അവരെ വിജയത്തിലേക്ക് പ്രഗത്ഭരാക്കി തീരുവാൻ ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. വിനയൻ സാർ ഇത് കാണുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെയാണ് വിനയൻ സാറിൻ്റെ ആകാശഗംഗയിൽ നല്ല വേഷമായിരുന്നല്ലോ അല്ലേ? അതെ അതെ അതെ, സരസപ്പൻ പറഞ്ഞ കറക്റ്റാണ് കേട്ടോ. അവിടെ സരസപ്പൻ അമ്പലപ്പുഴയെ അവിടെ ലിസ്റ്റ് വായിക്കുന്നത് ഞാൻ കേട്ടതാണ്. ഒത്തിരി ആർട്ടിസ്റ്റുകളെ, നൂറുകണക്കിന് ആർട്ടിസ്റ്റുകളെ വേണ്ട ഒരു സംഭവമായിരുന്നു 19-ാം നൂറ്റാണ്ട്. 100 ആയിരക്കണക്കിന് ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതാണ് ശരി. അതിനകത്ത് വിത്ത് ഡയലോഗോട് കൂടി, ചെറിയ ഡയലോഗെങ്കിലും ഓടുകൂടി, അല്ലെങ്കിൽ പ്രധാന ക്ലോസിൽ വരത്തക്ക രീതിയിലുള്ള സംഭവങ്ങളിൽ എവിടെയെങ്കിലും ഒക്കെ വന്നേനെ. അതെ അതെ, വന്നേനെ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ സരസപ്പൻ്റെ പേര് അവിടെ വായിക്കുന്നുണ്ട്. പക്ഷേ പടം കാണുമ്പോൾ അറിയാം ഈ പടത്തിനകത്ത് അങ്ങനെ വന്ന് മതിച്ചഭിനയിക്കാൻ ഉള്ള ക്യാരക്ടേഴ്സ് അല്ല. ആ പടത്തിൻ്റെ കഥയ്ക്കാണ് കൂടുതൽ പ്രാധാന്യമുള്ളത്. അത് കുറച്ച് ആർട്ടിസ്റ്റുകളിലൂടെയാണ് ഇത്രയും വലിയ ക്രൗഡും ജനവും ആ കാലഘട്ടം 19-ാം നൂറ്റാണ്ടിലെ കാലഘട്ടമാണെങ്കിൽ ആർട്ടിസ്റ്റുകളുടെ ഈ പെർഫോമൻസ് എല്ലാവർക്കും ഉണ്ടെങ്കിലും ഈ പിന്നെ കൂടുതലായി പിന്നെ ഡയലോഗ്സോട് കൂടി പടം കൊണ്ടുപോകുന്ന കുറച്ച് പേരേ ഉള്ളൂ. അതിലെ ഒരു ഭാഗം സരസപ്പനാകുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നെ അവിടെ വായിക്കുന്നത് ഞാൻ കേട്ടതാണ്. നല്ല വേഷം തന്നിരുന്നു ലിറ്റിൽ സൂപ്പർമാനിൽ, നല്ല വേഷം. അതെ അതെ അതെ. പക്ഷെ ഈ പടത്തിൻ്റെ കാര്യം, ഈ പടത്തിൻ്റെ കഥ അതാണല്ലോ, കണ്ടാലറിയാമല്ലോ. അപ്പോൾ പിന്നെ അത് ആരുടെയും കുറ്റമല്ല. എനിക്കും എൻ്റെയും അവസ്ഥ ഇതൊക്കെ തന്നെ ആയിരുന്നു. പക്ഷേ വിനയൻ സാറ് അദ്ദേഹത്തിന് നേരിട്ട് പരിചയമുള്ളവരെ പരമാവധി ഹെൽപ്പ് ചെയ്യുമെന്നുള്ള രീതിയിൽ, പിന്നെ കഥ അവിടെ തന്നെ കഥകളിൽ ചേഞ്ച് വന്നാണല്ലോ. ഒരു കഥയ്ക്ക് ചെന്ന് ഒരു കഥയിൽ എഴുതി വെച്ച് വരുന്ന ആ കഥാപാത്രം, അതിൻ്റെ കഥാപാത്രത്തിൻ്റെ സ്വഭാവം ചിലപ്പോൾ ഇച്ചിരി കുറയാം, കൂടാം, അങ്ങനെയൊക്കെ വരാമല്ലോ. അത് ഇത്രയും വലിയ ഈ പഴയ കാലത്തെ ഈ ചരിത്ര പശ്ചാത്തലമുള്ള സിനിമയല്ലേ.
പക്ഷേ ഇതുപോലൊരു സിനിമ എടുത്ത് തൊട്ടതെല്ലാം പൊന്നാക്കിയ മഹാനായ കലാകാരനാണ് വിനയൻ സാർ. പക്ഷെ ഇത്രയും വലിയൊരു സിനിമ എടുത്ത് അത് പ്രേക്ഷകർക്കിടയിൽ കൊണ്ടുവന്ന് വിജയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ആ സമയത്ത് ഇറങ്ങിയ 1-2 പടങ്ങൾ, കായംകുളം കൊച്ചുണ്ണി പോലും, പിന്നെ വേറെ മരക്കാറ്, ഈ പടങ്ങളൊക്കെ മരക്കാരൊക്കെ എത്ര വലിയ പടങ്ങളായി. ഈ മരക്കാരൊക്കെ ഇറങ്ങിയിട്ട്, കായംകുളം കൊച്ചുണ്ണിയല്ല, മരക്കാരൊക്കെ ഇറങ്ങിയിട്ട് ഓടാത്ത അവസ്ഥയിലാണ് വിനയൻ സാറിൻ്റെ 19-ാം നൂറ്റാണ്ട് ഈ കോവിഡിൻ്റെ ട്രെൻഡിലെല്ലാം തകർന്നു നിൽക്കുന്നിടത്തുനിന്ന് സിനിമയെ വീണ്ടും പ്രേക്ഷകരിലേക്ക് തിരികെ കൊണ്ടുവന്നത് 19-ാം നൂറ്റാണ്ട് ആണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അദ്ദേഹം ഒരു ധീരനായ പിന്നെ വേലായുധ ചേകവരെ പോലെ 19-ാം നൂറ്റാണ്ടിലെ ആദ്യ കാലഘട്ടത്തിൽ വേലായുധ പണിക്കർ ചേകവർ ആയി. അത് അദ്ദേഹത്തെ പോലെയുള്ള ഒരു വ്യക്തിയാണ് വിനയൻ സാറ്. അദ്ദേഹം അധാർമികതയ്ക്കെതിരെ ഏതറ്റം വരെയും പോകും, ഒറ്റയ്ക്ക് നിന്ന് പോരാടും. അങ്ങനെ സിനിമാ മേഖലയിൽ ധാരാളം ശത്രുക്കളും അതിലേറെ മിത്രങ്ങളും ഉള്ള ഒരു വലിയ സംവിധായകനാണ് അദ്ദേഹം. ത്തിൻ്റെ അത്ഭുത ദ്വീപ് നോക്കൂ, എന്തുമാത്രം ആർട്ടിസ്റ്റുകളെ, ആരും പറയാൻ ധൈര്യം കാണിക്കാത്ത സിനിമ, കുള്ളന്മാരെ, ചെറിയ ആളുകളെ വെച്ച് വലിയ ലോകത്തേക്ക് കഥ പറഞ്ഞു കൊണ്ടെത്തിച്ച വ്യക്തിയല്ലേ അത്ഭുത ദ്വീപിൽ അദ്ദേഹം. അതുപോലെ തന്നെ അതിശയൻ, പിന്നെ വാസന്തി ലക്ഷ്മിയും, പിന്നെ കരുമാടിക്കുട്ടൻ, ഇതൊക്കെ ഒന്ന് ആലോചിച്ച്. ഈ കരുമാടിക്കുട്ടൻ ഷൂട്ട് നടക്കുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തെ കണ്ടതാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞതാണ്, ഇന്ന ദിവസം വരാനായിട്ടും പറഞ്ഞതാണ്. പക്ഷേ എനിക്ക് പോകാനും പറ്റിയില്ല. പിന്നെ ഞാൻ അദ്ദേഹത്തെ ചാലക്കുടിക്കാരൻ ചങ്ങാതി സിനിമയുടെ ഭാഗമായിട്ടാണ്, ഞാൻ അതിനകത്ത് അഭിനയിക്കാൻ പറ്റിയേനെ, പക്ഷേ അദ്ദേഹത്തെ കണ്ടില്ല. ഭാഗമായിട്ട് കണ്ടപ്പോൾ എന്നോട് അദ്ദേഹം പറഞ്ഞു, ഇവിടെ താൻ അന്നത്തെ പോലെ തന്നെ ഉണ്ടല്ലോ, ഇപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കുന്നല്ലോ എന്ന് പറഞ്ഞു. താൻ അടുത്ത പടത്തിനകത്ത് അഭിനയിക്കും എന്ന് പറഞ്ഞു. ആ നല്ല സ്നേഹം, നമ്മുടെ നാട്ടുകാരനല്ലേ, കുട്ടനാട്ടുകാരനല്ലേ, അമ്പലപ്പുഴയല്ലേ അദ്ദേഹം ജീവിച്ചത്, പഠിച്ചത്. അപ്പം അതെ, അങ്ങനെ അപ്പോൾ ആ ഒരു സ്നേഹം നമ്മളോടെല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് പിന്നീട് ഇപ്പോൾ ലാസ്റ്റ് അഭിനയിച്ച സീരിയലാണ്, ശ്രദ്ധേയമായ ഒരു സീരിയലായിരുന്നു പരസ്പരം, അല്ലേ? അല്ലല്ല, ലാസ്റ്റ് അഭിനയിച്ചിൽ ഇപ്പോഴും അഭിനയിച്ചുകൊണ്ടിരിക്കും. അത് മറ്റു അല്ല, പരസ്പരത്തിൽ ശ്രദ്ധേയമായ ഒരു വില്ലൻ വേഷമായിരുന്നു. അപ്പോൾ അതെങ്ങനെ വീട് കിട്ടിയതാണ്? അത് ആ വേഷത്തിന് എന്നെ അവർ ഡയറക്റ്റ് വിളിച്ചതാണ്. എന്നെ അവിടുന്ന് കൺട്രോളർ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു സംഭവം ചെയ്യാനുണ്ട്. അപ്പം നമ്മൾ അഭിനയിക്കുമെന്നുള്ളത് അറിയാമല്ലോ. ഏഷ്യാറ്റിൽ തന്നെ എത്രയോ സീരിയലപ്പം ചെയ്തു കഴിഞ്ഞു. വിശുദ്ധ അൽഫോൻസാമ്മ, ഓട്ടോഗ്രാഫ്, സൂര്യയിലെ പിന്നെ നമ്മുടെ പുരുഷോത്തമ സാറിൻ്റെ നിലവിളക്ക്, അങ്ങനെ ഒത്തിരി സീരിയലുകളിൽ അഭിനയിച്ചു കഴിഞ്ഞു. എല്ലാ ചാനലിലും എല്ലാ സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട്. അപ്പം പരസ്പരത്തിൽ സന്ദർഭോചിതമായ കഥയ്ക്ക് അനുയോജ്യമായ ഒരു ലുക്കിലോ ഭാവത്തിലോ എന്നെ തോന്നിക്കാണും. അങ്ങനെ എന്നെ വിളിച്ചു. ഞാൻ അതിനകത്ത് പോയി അഭിനയിച്ചു. അത് കുറേ നാളുകൾ നീണ്ടുപോയി. അത് കൊല്ലം തുളസി, ശോഭി തിലകന്, ഞങ്ങൾ 3 പേരൂടെ ചേർന്നുകൊണ്ട് ഗായത്രി, അതായത് പിന്നെ IPS-നെ തകർക്കാൻ വേണ്ടി, ദീപ്തി IPS-നെ തകർക്കാൻ വേണ്ടി, അവരുടെ കുടുംബത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ഉള്ള, എൻ്റെ മകനെ ജയിലിലടച്ചതിൻ്റെ പ്രതികാരം തീർക്കാൻ വേണ്ടി കോടികൾ മുടക്കി നടത്തുന്ന സംഭവങ്ങളുടെ ഭാഗമായിട്ട് അഭിനയിച്ചു. അത് വളരെ നന്നായിപ്പോയി. വളരെ ശ്രദ്ധേയമായി, കുടുംബ സദസ്സുകളുടെ വൈരാഗ്യം പിടിച്ചു പറ്റി. അതെ, പറഞ്ഞത് ശരിയാണ്. എന്നെ ചില ഇടത്തൊഴിച്ച് കണ്ടപ്പോൾ ഒരു സ്ത്രീ വന്ന് എനിക്കിട്ട് പുറത്തിട്ട് ഒരടി അടിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, എന്ത് പണിയാ കാണിക്കുന്നത്, ഞങ്ങൾ ഇനി വോട്ട് ചെയ്തില്ല കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എങ്ങനെയുണ്ട്? ദീപ്തി എത്ര പാവമാണെന്നറിയാവോ? കാരണം അവർ കഥയില്ല. നമ്മൾ മണിച്ചിത്രത്താഴിൽ പോയിട്ട് കഥ മെനഞ്ഞ് കഥയിലാണ് അവരൊക്കെ. അപ്പോൾ അങ്ങനെ വന്ന് എന്നെ അടിക്കണമെങ്കിൽ ഒന്നുറപ്പാണ്, ഞാൻ ആ കഥാപാത്രത്തിൽ ദിവാകരനെ ഭംഗിയായി അവതരിപ്പിച്ചു. കഥാപാത്രം വിജയിച്ചു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇപ്പോൾ നിലവിലുള്ള സീരിയൽ അതൊക്കെ, ഇപ്പം നിലവിൽ
ഞാൻ സീരിയൽ കുറേ നാളായിട്ട് സീരിയലുകളൊക്കെ ഒന്ന് മാറ്റി സിനിമയിൽ ഒന്ന് കുറേ സിനിമ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സിനിമയിൽ ഇങ്ങനെ ചെയ്തു പോവുമായിരുന്നു. അതിനിടയ്ക്ക് എടത്വായിലെ പ്രശസ്തമായ, നമ്മൾക്കെല്ലാം പ്രശസ്തമായ ദേവാലയമാണല്ലോ, അനുഗ്രഹങ്ങൾ ചൊരിയും ദേവാലയമാണല്ലോ എടത്വ സെൻറ്റ് ജോർജ് ഫൊറോന പള്ളി. വിശുദ്ധ ഗീവർഗീസയുടെ അനുഗ്രഹത്തെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രമാണ് എടത്വ സെൻറ്റ് ജോർജ് ഫൊറോന പള്ളി. അപ്പം ആ പള്ളിയുടെ പാരിഷ് കമ്മിറ്റി പ്രതിപക്ഷ അംഗമാണ് ഞാൻ. കഴിഞ്ഞ തവണ പെരുന്നാൾ കാലഘട്ടത്തിൽ ജനറൽ കൺവീനറായിരുന്നു. ഇത്തവണ പെരുന്നാൾ കാലഘട്ടത്തിൽ പള്ളിയുടെ ട്രസ്റ്റി കൈക്കാരനായിരുന്നു. അപ്പോൾ ഒരു ഭാരിച്ച ഉത്തരവാദിത്വവും ചുമതലയുമായിരുന്നു. അപ്പം ഒരു ദിവസം പോലും മറ്റൊന്നിനും പോകാൻ നമുക്ക് സമയമില്ലായിരുന്നതുകൊണ്ട് കുറേയേറെ വർക്കുകൾ വന്നു. സത്യത്തിൽ തൊടുപുഴയിൽ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിൽ ഞാൻ ഇതുവരെ അഭിനയിച്ചിട്ടില്ല. ഒരു SI ആയി അഭിനയിക്കാൻ പറഞ്ഞു. പക്ഷെ പറഞ്ഞ ആ ഡേറ്റ് മാറി വന്നപ്പോൾ ഈ പെരുന്നാളിൻ്റെ കൊടി കയറുന്ന 27-ാം തീയതി തന്നെ ആ ഷൂട്ടിംഗ് വന്നു. ഞാനത് ക്യാൻസൽ ചെയ്തു. പിന്നെ വേറൊരു പടം വന്നു, അത് ഞാൻ ഒഴിവാക്കി. ആ സമയത്ത് തന്നെ 1-2 സീരിയലും വന്നു. ഒന്നിനും പോയില്ല. ക്ഷമയോടുകൂടി ഞാൻ ഇവിടെ വരുന്ന തീർത്ഥാടകർക്ക് സൗകര്യം ഒരുക്കാൻ വേണ്ടി നിസ്വാർത്ഥമായി നിർമ്മല മനസ്സോടെ സേവനമന്വേഷിച്ചു. അതിൻ്റെയൊക്കെ പ്രതിഫലം നമുക്ക് കിട്ടും എന്ന് വിശ്വസിക്കുന്നു. ഏതായാലും ഇനി ഈ കലാരംഗത്ത് തന്നെ ഭാവിയിൽ നല്ല നല്ല വേഷങ്ങൾ ചെയ്യുവാൻ അങ്ങേക്ക് സാഹചര്യം ദൈവം ഒരുക്കി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഒരു കാര്യം പറയാനുണ്ട്. ദൈവം ഒരുക്കി തരട്ടെ എന്ന് പറഞ്ഞില്ലേ, നമ്മളെല്ലാം താങ്കളും വേറൊരു മതവിശ്വാസിയാണ്, ഞാൻ വേറൊരു മതവിശ്വാസിയാണ്, വേറെ മോസ്കിൽ വിശ്വസിക്കുന്നവരുണ്ട്. ഇതെല്ലാം ജന്മനാ നമ്മുടെ മാതാപിതാക്കളിലൂടെയാണ് ഓരോ മതങ്ങളുടെ ഭാഗമായി മാറുന്നത്. അല്ല, ഞാൻ പറയാൻ വന്നത് മതങ്ങളുടെ ഭാഗമായി മാറുന്നത്. പക്ഷെ എനിക്ക് പറയാനുള്ളത്, എല്ലാ മനുഷ്യരും സത്യവും നീതിയും ധർമ്മവും സമാധാനവും പുലരുന്ന ദൈവത്തെയാണ് വിശ്വസിക്കുന്നത്, വിളിക്കുന്നത്. ആ ദൈവം, ഞാൻ യേശുക്രിസ്തുവിലാണ് വിശ്വാസം അർപ്പിക്കുന്നത്. പക്ഷെ ആ സമാധാനവും സത്യവും നീതിയും ഉള്ള ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവം മറ്റെങ്ങും അല്ല വസിക്കുന്നത്, അവനവൻ്റെ ഹൃദയത്തിലായിരിക്കും. നിർമ്മലമായ ഹൃദയമുള്ളവർക്കും സത്യസന്ധമായി പ്രവർത്തിക്കാൻ കഴിയുന്നവരിലൂടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കരുണ, സത്യം, നീതി ഇവയുണ്ടാകണം എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ എത്ര ഉറക്ക പ്രാർത്ഥിച്ചാലും എന്തെല്ലാം പറഞ്ഞാലും കപടതയുള്ള ഹൃദയത്തിൽ നീതിയില്ലാത്തവിടുത്തെ ദൈവവാസം ഉണ്ടാകില്ല. എന്തായാലും വളരെ നല്ലൊരു ഉപദേശമാണ് നമ്മുടെ പ്രേക്ഷകർക്ക് അങ്ങ് കൊടുത്തത്. ഇനിയിപ്പോൾ ഈ പ്രേക്ഷകരോട് എന്താണ് ഈ അടുത്തത് പറയാനുള്ളത്? നമുക്ക് അവരോട് പറഞ്ഞു നിർത്തുമ്പോൾ അവരോട് എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുണ്ട്, വായന വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വായനയിലേക്ക് നമ്മുടെ തലമുറയെ തിരികെ കൊണ്ടുപോകാൻ നമ്മൾ ശ്രമിക്കണം. ഈ സോഷ്യൽ മീഡിയയുടെയും ഒക്കെ കടന്നുകയറ്റം വല്ലാതെ വർദ്ധിച്ചിരിക്കുന്നു. ആർക്കും പരസ്പരം കുടുംബത്തിൽ പോലും സംസാരിക്കാൻ സമയമില്ല. ബസ്സിൽ കയറിയാലോ ട്രെയിനിൽ കയറിയാലോ, പണ്ട് ഒരു ട്രെയിനിൽ പോയി 6 പേര് 8 പേര് അപ്പുറം ഇപ്പുറം യാത്ര ചെയ്താൽ പരസ്പരം സംസാരിക്കുമായിരുന്നു. ഇന്നിപ്പം വല്ല 1 മിനിറ്റോ 2 മിനിറ്റോ ആണ് സംസാരിക്കുന്നത്. കാരണം മുഖത്തോട്ട് നോക്കാൻ സമയമില്ല. സോഷ്യൽ മീഡിയയിൽ ആണ് കൂടുതൽ സമയം. സോഷ്യൽ മീഡിയ ഒക്കെ വേണം, അത് കാലഘട്ടത്തിൽ ആവശ്യം. പക്ഷേ സോഷ്യൽ മീഡിയയിൽ നല്ലതുമുണ്ട്, ചീത്തയുമുണ്ട്, വഴിതെറ്റിക്കുന്നതുമുണ്ട്. നിൽക്കുന്ന നിൽപ്പിൽ മനുഷ്യനെ വഴിതെറ്റിച്ച് ബാങ്ക് അക്കൗണ്ട് മുഴുവൻ കൊണ്ടുപോകുന്നു. അപ്പോൾ ഇത്തരം കാലത്ത് കാലം പുരോഗമിച്ചതനുസരിച്ച്, ലോകം പുരോഗമിക്കുന്നതനുസരിച്ച് തെറ്റുകളുടെ എണ്ണവും പെരുകുമ്പോൾ നമ്മൾ സ്വയം ജാഗരൂകതയോടെ ചിന്തിക്കുകയും മറ്റ് ഒരാൾക്കും ദ്രോഹമില്ലാതെ, നമുക്ക് ആരെയും സഹായിക്കാൻ ഒരുപക്ഷെ സാധിച്ചെന്ന് വരത്തില്ല. പക്ഷെ ഞാൻ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ്. പക്ഷേ എൻ്റെ പോളിസി എന്ന് പറയുന്നത് വലത് കൈന്ന് ഇടത് കൈ അറിയരുതെന്നാണ്. അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ നോക്കൂ, ഞാനിപ്പോൾ നിൽക്കുന്നത് 2 കാലും ഇല്ലാത്ത ഒരാളുടെ വീടിൻ്റെ മുന്നിലാണ് എന്നൊന്നും പറയാൻ വന്നിട്ടില്ല. ഞാൻ ആത്മാർത്ഥമായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഇന്ന് വരെ ഞാൻ വീടില്ലാത്ത ആളുകൾക്ക് വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്, ചികിത്സാ സഹായം കൊടുത്തിട്ടുണ്ട്. പഠിക്കാൻ നിർവാഹമില്ലാത്ത, 2 കണ്ണിനും കാഴ്ചയില്ലാത്ത ഒരു വ്യക്തിയുടെ ഏറ്റവും മിടുക്കിയായ ഒരു കുട്ടിയെ സ്പോൺസർ ചെയ്ത് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആളുടെ പേരും ഒന്നും പറയുന്നില്ല. സ്പോൺസർ പലരും സഹായിച്ചിട്ടുണ്ട്.
വിദ്യാഭ്യാസത്തിൽ നൂറുകണക്കിന് കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട്. ഇതെല്ലാമില്ല. പഠനോപകരണം വിതരണം ചെയ്തത് പൊതുപ്രവർത്തനം കലാകാരനൊന്നും സ്വന്തം പോക്കറ്റിലെ കാശ് മുടക്കി. പിന്നെ ഏത് ചാരിറ്റി പ്രവർത്തനം ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്ന് വരെ എൻ്റെ കൂടി ഒരു പാർട്ടിസിപ്പേഷൻ 1000-ഓ 10,000-ഓ 5,000-ഓ 15,000-ഓ ഇല്ലാതെ, അല്ലെങ്കിൽ 500 രൂപ ഇല്ലാതെ ഞാൻ ഒരു ചാരിറ്റി പ്രവർത്തനം പോയിട്ടില്ല എന്നുള്ളതും പറയുവാനായിരുന്നു. കാരണം അങ്ങനെ ചെയ്യാൻ പോകുന്നവർക്ക് മാത്രമേ യഥാർത്ഥ ചാരിറ്റി പ്രവർത്തകനാകാൻ പറ്റത്തുള്ളൂ. ചാരിറ്റിയുടെ പുറകിൽ ഇന്നും വലിയ തട്ടിപ്പാണ് നടക്കുന്നത്. അതും നമ്മൾ തിരിച്ചറിയണം. അർഹതപ്പെട്ടവർക്ക് അർഹതപ്പെട്ടവരുടെ കൈകളിൽ എത്താനുള്ള സംവിധാനം ഇന്ന് സർക്കാർ തലത്തിലില്ല, ഒരു തലത്തിലുമില്ല. എല്ലായിടത്തും പാവപ്പെട്ടവൻ, അവശത അനുഭവിക്കുന്നവൻ, വേദനിക്കുന്നവൻ ഉണ്ട്. അവരെ തിരിച്ചറിഞ്ഞ് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാൻ എല്ലാ മാധ്യമങ്ങളും ഉപയോഗിക്കണം. അതാണ് എനിക്ക് പുതിയ തലമുറയോടും ഇപ്പോൾ ജീവിക്കുന്നവരോടും പറയാനുള്ളത്. പിന്നെ പരമാവധി വീട്ടിൽ കൃഷി ചെയ്ത് വിഷലിപ്തമായ പദാർത്ഥങ്ങൾ ഒഴിവാക്കി, എല്ലാം വരവാണല്ലോ ഇവിടെ ഉള്ളത്, പിന്നെ ഒഴിവാക്കി 1 സെൻറ്റ് സ്ഥലത്തും 1-2 ചീരയോ 1 പച്ചമുളകോ നടാൻ കഴിഞ്ഞെങ്കിൽ, 1 വാഴയോ വെക്കാൻ കഴിഞ്ഞെങ്കിൽ അതാണ് നല്ലത്. അത് പ്രധാനമാണ് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ വീണ്ടും മുൻവശത്ത് പോയി എന്താണ് ഇങ്ങനെ ഇട്ടിരിക്കുന്നതെന്ന് ചോദിക്കരുത്. ഞാൻ വാഴ വെച്ച് കഴിഞ്ഞു. വാഴ കൃഷിയിൽ നഷ്ടമുണ്ടായി. അത് പോട്ട് ഞാൻ ഒരു സർക്കാരിൻ്റെ ഇതിന് പോയില്ല. ഇച്ചിരി പച്ചക്കറി നടാൻ വേണ്ടി അടുത്ത പരിപാടി ചെയ്യാൻ വേണ്ടി ട്രില്ലർ അടിക്കാൻ ഇട്ടിരിക്കുകയാണ്. എന്തായാലും നല്ലൊരു അഭിമുഖം ഈ സ്പിരിറ്റ് ഓഫ് കേരള ചാനലിന് വേണ്ടി പ്രേക്ഷകരുമായി പങ്കുവെച്ച കലാകാരനും കായിക സാംസ്കാരിക രംഗത്ത് ഇന്ന് ജ്വലിച്ചു നിൽക്കുന്ന സൂര്യനായി അറിയപ്പെടുന്ന യേസപ്പൻ മത്തായി എന്ന ഈ മഹത് വ്യക്തി ഇനി ഉയരങ്ങളിലേക്ക് പോകട്ടെ എന്ന് നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം. ഈ ചാനൽ കാണുന്നവർ ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം എന്ന് സ്പിരിറ്റ് ഓഫ് കേരള യൂട്യൂബ് ചാനലിന് വേണ്ടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.